ഞാൻ ഇന്നലെ വൈകുന്നേരം 6:30 മണിയോടുകൂടി വൈറ്റിലയിൽ നിന്നും കിഴക്കമ്പലത്തൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്ന അവസരത്തിൽ എൻ്റെ വാഹനം കടന്നു വരുമ്പോൾ ഒരു വഴിയാത്രക്കാർ ഒരു കാറിലിരുന്നു കൊണ്ട് എൻ്റെ വണ്ടിയുടെ ടയറിന് എന്തോ കുഴപ്പമുണ്ട് എന്നെന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പൊന്നുരുന്തി പാലം കയറാൻ തുടങ്ങുമ്പോഴാണ്, പൊന്നുരുന്തി പാലം കഴിഞ്ഞ് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി നോക്കുമ്പോൾ, ഞാൻ വണ്ടിയുടെ ഇന്നോവ കാറാണ്, അതിൻ്റെ പുറകിലാണ് ഇരിക്കാറ്. അതിൻ്റെ പുറകിലെ ഞാനിരിക്കുന്ന ഭാഗത്തെ ടയറിൻ്റെ നെറ്റ് ഒരെണ്ണം ഊരിപ്പോയിട്ടുണ്ട്. ബാക്കി 3-4 നെറ്റുകൾ കൈകൊണ്ട് അഴിച്ചെടുക്കാവുന്ന പോലെ ലൂസായി കിടക്കുകയായിരുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതുവഴി വന്ന 1-2 ആളുകളൂടെ കൂടി മറ്റ് ടയറുകൾ നോക്കിയപ്പോഴും ആ ടയറിൻ്റെ നട്ടുകളും ലൂസായി കിടക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ഈ വണ്ടി 2-3 ദിവസം മുമ്പ് സർവീസിന് കൊടുത്തിരുന്നു. ഇന്നോവയുടെ ഷോറൂമിലാണ്. അവരെ വിളിച്ച് വിവരം പറഞ്ഞു. അവർ വന്ന് വണ്ടി നോക്കിക്കഴിഞ്ഞ് അവരിന്നലെ വണ്ടി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുകയും അവർ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഒരു ചില സംശയം പറഞ്ഞു. കാരണം ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാനിടയില്ല. മാത്രവുമല്ല അവർ 10 കിലോമീറ്ററിലേറെ ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ്. 3 ദിവസം ഞാൻ ഏകദേശം ഒരു 100 കിലോമീറ്റർ വീതം ഓരോ ദിവസവും ഓടിച്ചതാണ്. അപ്പോഴൊന്നും ഒരു കുഴപ്പം വരാതെ ഇങ്ങനെ സംഭവിക്കാനിടയില്ല. അതുകൊണ്ട് ഇതിലെന്തോ സംശയമുണ്ടെന്ന് അവർ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇന്ന് രാവിലെ പാലാരിവട്ടം SIയെ വിളിച്ച് എൻ്റെ സംശയം അറിയിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നോട് ഒരു പരാതി എഴുതി തരണം എന്ന് പറഞ്ഞു. ഞാൻ ഉച്ച കഴിഞ്ഞ് ഒരു പരാതി എഴുതി കൊടുത്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമീപകാല സംഭവങ്ങളുണ്ടായ ഏതെങ്കിലും അല്ല, പോലീസ് ഒരു പരാതി എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പരാതി എഴുതി കൊടുത്തു എന്നേ ഉള്ളൂ. എന്നോട് വർക്ക്ഷോപ്പുകാരും അസാധാരണമായ ഒരു സംഭവമാണ്, 4 ടയറും ഒന്നിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തു. ഇപ്പോൾ PT തോമസ് MLA ആണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ഉള്ള ഒരു ശ്രമമുണ്ടായി എന്ന് അദ്ദേഹം പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ടയറിൻ്റെ നെട്ടുകൾ ഒഴുകിക്കിടക്കുന്നതായിട്ടാണ് എന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പാലാരിവട്ടം പോലീസ് ഇൻസ്പെക്ടറെ വിളിച്ചറിയിച്ചതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ് MM ഹസനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി.com വേണ്ടി ക്യാമറമാൻ സനോജിനൊപ്പം ശിഹാബ്.